അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, എടുത്ത് കാണിക്കാൻ ഒരു മാസ് ബേസ് ഇല്ലാതിരുന്നിട്ടും BJP വങ്കനാട്ടിൽ ചരിത്ര വിജയമാണ് കൊയ്തത്. പശ്ചിമ ബംഗാളിൻ്റെ വടക്കൻ മേഖലകളിൽ 2019 മുതൽ BJPക്കുള്ള മേൽക്കൈ ഹൈന്ദവ വോട്ടുകളുടെ ധ്രുവീകരണത്തിലൂടെ സംസ്ഥാനത്തൊട്ടാകെ ആധിപത്യമാക്കി മാറ്റാൻ പാർട്ടിക്ക് സാധിച്ചു. ഒപ്പം മുസ്ലിം വോട്ടുകൾ 4 ഭിന്നിപ്പിക്കാനായി. നഷ്ടം സംഭവിച്ചത് തൃണമൂൽ കോൺഗ്രസിനാണ്. SIRലൂടെ വോട്ടവകാശം നഷ്ടപ്പെട്ടവരും അല്ലാത്തവരുമായ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആശങ്കകൾ അനുകൂല ധ്രുവീകരണമായി മാറ്റിയെടുക്കാമെന്ന തൃണമൂലിൻ്റെ കണക്കുകൂട്ടലാണ് പിഴച്ചത്. മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഉനയൻ പാർട്ടിക്കുമായി വിഭജിച്ചുപോയി. കൃത്യമായ അളന്നു മുറിച്ച രാഷ്ട്രീയ തന്ത്രം പയറ്റിയതോടെ BJP ബംഗാളിൻ്റെ രക്ഷകൻ എന്ന സാമാന്യബോധം സാധാരണ ജനതതിയിൽ ഉദയം ചെയ്തു. അമിത്ഷാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കടിഞ്ഞാൺ കൂടി ഏറ്റെടുത്തതോടെ ബംഗാളിൻ്റെ കഥ മാറി, ഗതി മാറി. പറഞ്ഞു വരുന്നത്, ഒരു 5 year പ്ലാൻ എന്ന പോലെ ആസൂത്രണ മികവിലൂടെ ഈ ബംഗാൾ ലൈൻ കേരളത്തിലും നടപ്പിലാക്കിയാൽ അസംഭവ്യം എന്ന് കരുതുന്നത് ഇവിടെ സംഭവ്യമായി മാറില്ലേ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ബംഗാളിൻ്റെ രാഷ്ട്രീയ സാഹചര്യം, സാമൂഹ്യ പശ്ചാത്തലം, അതോടൊപ്പം ബംഗാളിൻ്റെ ഒരു കഴിഞ്ഞ ഒരു 100 വർഷത്തെ ചരിത്രം, ഇത് ബംഗാളിലും പഞ്ചാബിലും അതുപോലെ തന്നെ രാജസ്ഥാൻ, ഗുജറാത്ത് അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ഒരു സമാനമായ സാഹചര്യമാണ്. അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര ബാധകമാണോ എന്നുള്ളത് പരിശോധിക്കണം. പക്ഷേ ബംഗാളിലും കേരളത്തിലും ഒരു സമാനമായ സാഹചര്യമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരണം കൈയടക്കി വെച്ച ഒരു സ്വഭാവം ബംഗാളിനുമുണ്ട്, കേരളത്തിലുമുണ്ട്. ബംഗാളിൽ അത് തുടർച്ചയായി ഭരിച്ചു. കേരളത്തിലത് അത്ര തുടർച്ച കിട്ടിയില്ല. ഇപ്പോൾ 10 വർഷമേ കിട്ടിയുള്ളൂ. ബംഗാളിൽ അത് 34 വർഷം കിട്ടി. ഈ ഒരു സമാന സ്വഭാവമുണ്ട്. ചെറിയ തോതിലുള്ള, അല്ലെങ്കിൽ ഒരു 50% എന്നൊക്കെ പറയാം, സമാനതയുണ്ട്. മറ്റൊരു സംഗതി, ബംഗാളിൽ 30% മുസ്ലിം, 27, 28, ഒരുപക്ഷെ 29% മുസ്ലിം ന്യൂനപക്ഷങ്ങളുണ്ട്. കേരളത്തിലും അങ്ങനെയുണ്ട്. മറ്റൊരു വിഷയം, ബംഗാൾ ഒരു വളരെ പുരാതനമായ ഒരു പാരമ്പര്യവും സംസ്കാരവും അവകാശപ്പെടാനുള്ള ഒരു ഭാഷാ സംസ്ഥാനമാണ്. കേരളവും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. വളരെ പുരാതനവും, അതായത് ചരിത്രാതീത കാലം മുതലുള്ള മനുഷ്യ താമസവും സംസ്കാരവും ഒക്കെയുള്ള ഒരു പ്രദേശമാണ്. മറ്റൊരു കാര്യം, ബംഗാളിനും കേരളത്തിനും സമാനമായ ഒരു സാഹചര്യം, ഈ തൊഴിൽ തേടി അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്ന ഒരു സ്വഭാവം കേരളത്തിലെ പോലെ ബംഗാളിനെയും കഴിഞ്ഞൊരു 15, 20 അല്ലെങ്കിൽ ഒരു 30 വർഷമായി ബംഗാളിൽ ഉണ്ടായിട്ടുണ്ട്. മലയാളിക്കത് പണ്ടേ ഉണ്ട്. പക്ഷേ ബംഗാളിക്ക് അത് ഈ അടുത്ത കാലത്ത്, അതായത് 30 വർഷത്തിന് ഇങ്ങോട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നമ്മൾ താരതമ്യ പഠനം നടത്തുന്ന സമയത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. ഇനി നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കിയാൽ ബംഗാളിൽ സംഭവിച്ചത് 34 വർഷത്തെ തുടർച്ചയായ ഭരണത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതായത് അവർക്ക് ഇന്ന് 2 സീറ്റ് കിട്ടിയത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തവണ കേന്ദ്രസേന അവിടെ വളരെ സജീവമായതുകൊണ്ട് ഈ ബൂത്തുകളിൽക്കൊക്കെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ അക്രമം വരാത്തത് കൊണ്ട്, ഉദ്യോഗസ്ഥന്മാരൊക്കെ കുറേയൊക്കെ സത്യസന്ധമായി പെരുമാറിയതുകൊണ്ട് അവരുടെ പ്രവർത്തകർക്ക് ധൈര്യത്തിൽ പ്രവർത്തിക്കാനും വോട്ട് ചെയ്യാനും വോട്ട് ചെയ്യിപ്പിക്കാനും ഒക്കെ സാധിച്ചത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 2 സീറ്റ് ഇത്തവണ കിട്ടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രത്തോളം ബംഗാൾ മോശമായി.
കാരണം 34 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിൽ അടിച്ചമർത്തപ്പെട്ട കോൺഗ്രസ്സുകാർ ദേശീയ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള കോൺഗ്രസുമായി സഹകരിച്ച് അതിൽ തന്നെ നിന്നിട്ട് കാര്യമില്ല, ബംഗാളിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് അവർ വേറെ ഒരു പാർട്ടി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ട് അവർ അതിശക്തമായ പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ സമരപരിപാടികൾ പ്രത്യേകിച്ച് സിംഗൂര് നന്ദിഗ്രാമിലൊക്കെ നടത്തിയിട്ടാണ് അവർ ഭരണം പിടിച്ചെടുത്തത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അവിടെ അധികാരത്തിൽ വന്ന തൃണമൂൽ കോൺഗ്രസ് ആദ്യത്തെ 5 വർഷം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവമൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അത്യാവശ്യം കമ്മ്യൂണിസ്റ്റുകാരോട് പഴയ ഒരു വിരോധം വെച്ച് ചെറിയ തോതിലൊക്കെ അക്രമം ചെയ്തു എന്നല്ലാതെ മറ്റുള്ളവരുടെ മെക്കെട്ട് കയറാനൊന്നും പോയിട്ടില്ലായിരുന്നു. പക്ഷേ 2016 ശേഷം പതുക്കെ അവരുടെ സ്വഭാവം മാറുകയും 2021 തെരഞ്ഞെടുപ്പിന് ശേഷം കമ്മ്യൂണിസ്റ്റുകാരെ അവരുടെ നല്ല കാലത്ത് അവർ ചെയ്തതിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള അക്രമം അവിടെ അഴിച്ചുവിടുകയുണ്ടായി. അതിനുശേഷം അഴിമതി വന്നു. ഈ അഭിഷേക് ബാനർജി ഉണ്ടല്ലോ, മമതാ ബാനർജിയുടെ മരുമകൻ, അയാളെ കൊണ്ട് പറഞ്ഞത് 5 ലക്ഷം രൂപയോളം വില വരുന്ന ഷൂ ആണ് അദ്ദേഹം ധരിക്കാറ് എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ സാമ്പത്തിക സമാഹരണം, അഴിമതി, സ്ത്രീകളുടെ സുരക്ഷ. കാരണം മെഡിക്കൽ കോളേജിനകത്ത് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടറെ അവിടേക്ക് അതിക്രമിച്ച് കയറി ബലാത്സംഗം ചെയ്ത് കൊല്ലാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതും ആ കോളേജിലെ സ്റ്റാഫാണെങ്കിൽ പോട്ടെ, ആരുമല്ല, അയാളടുത്തൊരു വാച്ച്മാൻ മാത്രമാണ്. അങ്ങനത്തെ ഒരാളത് ചെയ്തു. അപ്പൊ ഇത്തരത്തില് അങ്ങനത്തെ ഒരു സംഭവമല്ല, നിരവധി സംഭവങ്ങൾ. ഇതൊക്കെ ബംഗാളിൽ ഒരു സംഭവമായി മാറി. ഇവരുടെ പാർട്ടി പ്രവർത്തകർ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ ഭാര്യമാരെ, സഹോദരിമാരെ, അവരുടെ വീട്ടിലെ സ്ത്രീകളെയൊക്കെ മാനഭംഗപ്പെടുത്താൻ നേതൃത്വം കൊടുത്തു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ എവിടെ സംഭവിച്ചിട്ടില്ല. ഇന്ത്യയിലൊക്കെ എനിക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ പോലും അങ്ങനത്തെ ആരോപണങ്ങൾ വ്യാപകമായി വന്നിട്ടില്ല. കൊലപാതകമൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിനെയൊക്കെ ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ഇവർ ചെയ്തു. അപ്പൊ ഇതൊക്കെ ബംഗാളിനെ ഒരു വലിയ പ്രതിസന്ധിയിലാക്കിയപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്നും ബംഗാളിനെ രക്ഷിക്കാൻ ഒരു ശക്തി അവിടെ വളർന്നു വന്നു. അത് ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ വളർച്ച, അതോടൊപ്പം ബംഗാളിൽ BJPയുടെ വളർച്ച, നരേന്ദ്രമോദിയുടെ ഭരണത്തിനുണ്ടായ പദ്ധതികൾ, പരിപാടികൾ. പ്രത്യേകിച്ച് ബംഗാളിക്ക് ഇത് അറിയാം. കാരണം അവൻ ഉത്തർപ്രദേശിലെ ലക്നൌവിലും ബാംഗ്ലൂരിലും ബോംബെയിലും അഹമ്മദാബാദിലും, ഇപ്പോൾ അഹമ്മദാബാദ് ഗുജറാത്തിൽ ഒരു ലക്ഷക്കണക്കിന് ബംഗാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്നാണ്. ഇപ്പൊ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാ സ്ഥലത്തും വന്ന് ജോലി ചെയ്യാണ്. അപ്പം ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വികസനം, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശിലെ അടുത്ത കാലത്തൊക്കെ നടക്കുന്ന വലിയ വികസന പ്രവർത്തനങ്ങൾ അവരുടെ മനസ്സിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ നാട്ടിൽ പോയി പറയുന്നത് അല്ലെങ്കിൽ നാട്ടിലേക്ക് വിളിച്ചു പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് അവിടെയത്തെ ജനങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം. പിന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള സുരക്ഷ, ഇതൊക്കെയാണ് മാറ്റം ഉണ്ടാക്കിയത്. ഇതൊക്കെ കേരളത്തിൽ നമുക്ക് ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ്. ഇവിടെ ചെറിയ തോതിലുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടാണ്. പക്ഷേ എങ്കിലും ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ ബംഗാളിലെ ഉള്ളതുപോലെ തന്നെ കേരളത്തിലുണ്ട്. അപ്പോൾ കേരളത്തിലും കുറേ കാര്യങ്ങൾ ബംഗാളിലെ പോലെ തന്നെ കേരളത്തിലും നടപ്പാക്കേണ്ടത് ആവശ്യമാണ്. കേരളത്തിലും കുറേ തിരുത്തലുകൾ ആവശ്യമാണ്. കാരണം ഇവിടെ ഇപ്പോൾ പാലായനം എന്നുള്ളത് ബംഗാളിയെ പോലെ മലയാളിക്ക് ഒരു പ്രശ്നമാണ്. കാരണം ചെറുപ്പക്കാർ മുഴുവൻ പോവുകയാണ്. അവർ വിദ്യാഭ്യാസം ഇല്ലാതെയാണ് വരുന്നതെങ്കിൽ ഇവിടുന്ന് വിദ്യാഭ്യാസം നേടിപ്പോവുകയാണ്. രണ്ടും കണക്കാണ്. തൊഴിൽ തേടി ഈ സംസ്ഥാനത്ത് തൊഴിൽ കിട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ട് അവർ ബാഗ് എടുത്ത് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ സമാനമായ സാഹചര്യമാണ്. അപ്പോൾ ഇതൊക്കെ കേരളവും ബംഗാളും ഒരേപോലുള്ള രാഷ്ട്രീയ തന്ത്രം ചില കാര്യങ്ങളിൽ വേണം എന്നുള്ള വസ്തുത നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ അല്ല, ഇനി ഭരണമാറ്റം വന്നതോടുകൂടി കേരളത്തിലെ ബംഗാളികൾ കൂട്ടപലായനം ചെയ്യുമോ തിരിച്ച് അവരുടെ ജന്മനാട്ടിലേക്ക്? അങ്ങനെയും സംഭവിക്കാമല്ലോ അല്ലേ? അത് രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മുടെ നാട്ടിൽ ബംഗാളികൾ എന്ന് പറഞ്ഞ് ജോലി ചെയ്യുന്ന ആളുകൾ പലരും ബംഗ്ലാദേശികളാണ്. അവരുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. 2014 ശേഷം കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതിന് രണ്ട് കാരണമാണ്. ഒന്ന്, ഇടതുപക്ഷം ഭരിച്ചപ്പോഴും മമത ഭരിച്ചപ്പോഴും ഈ നുഴഞ്ഞുകയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു
ഏർപ്പാട് വ്യാപകമായി നടന്നിട്ടുണ്ട്. അവർക്ക് റേഷൻ കാർഡ് കൊടുക്കുക, വോട്ടർ ID കൊടുക്കുക, ആധാർ കാർഡ് കൊടുക്കുക, ഈ പരിപാടി നടന്നിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം, 1998 ശ്രീ ലാൽകൃഷ്ണ അഡ്വാനിജി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായപ്പോഴാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ ഫെൻസിങ് ആരംഭിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് അടൽ ബിഹാരി വാജ്പേയി ഗവൺമെന്റ് 2004 ഇറങ്ങി പോകുമ്പോൾ ഏതാണ്ട് 70% ഫെൻസിങ് കഴിഞ്ഞു. ഇപ്പോഴത്തെ ഏതാണ്ട് 90% നിൽക്കുകയാണ്. ഇനിയും 400 കിലോമീറ്റർ ഫെൻസ് ചെയ്യാനുണ്ട്. പക്ഷേ അത് വേണ്ട ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ അവിടുത്തെ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല. അപ്പോൾ അത് മുതലാക്കി അവർ വരുന്നുണ്ട്. ആ ആളുകൾക്കൊക്കെ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കുഴപ്പമാവുമെന്ന് പറഞ്ഞ് തിരിച്ചു പോകും. രണ്ടാമത്തത്, ഇവിടെ ജോലി ചെയ്യുന്ന യഥാർത്ഥ ബംഗാളികളുണ്ട്, ഇവിടെ ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങൾ. അവനിവിടെ വരുന്നത് എന്തുകൊണ്ടാണ്? ബംഗാൾ, നമുക്ക് ഓർമ്മയുണ്ടല്ലോ 1960കളിലും 50കളിലും ഒക്കെ കേരളത്തിൽ നിന്നൊക്കെ വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാർ തൊഴിൽ തേടി പോകുന്ന ഒരു സ്ഥലം കൽക്കട്ടയായിരുന്നു. കൽക്കത്തയും ബോംബെയുമായിരുന്നു തൊഴിൽ തേടി പോകുന്ന വ്യവസായ കേന്ദ്രങ്ങളായിരുന്നു. നമ്മുടെ അംബാസിഡർ കാറൊക്കെ കൽക്കത്തയിൽ നിന്ന് ഉണ്ടാക്കുന്നതായിരുന്നു. അത് കൽക്കത്ത, ബംഗാളൊക്കെ വലിയ വ്യാവസായിക കേന്ദ്രങ്ങളായിരുന്നു. അതൊക്കെ പൊളിഞ്ഞുപോയി, ഒക്കെ പൂട്ടിപ്പോയി, എല്ലാം നശിപ്പിച്ചു. പക്ഷേ ഇനി അതിനൊരു മാറ്റമുണ്ടാവും. ബംഗാളിൽ വികസനം വരും, ബംഗാളിൽ നിക്ഷേപം വരും, ബംഗാളിൽ തൊഴിൽശാലകൾ വരും, ഫാക്ടറികൾ വരും, പുതിയ സാങ്കേതിക സ്ഥാപനങ്ങൾ വരും. അപ്പോൾ ബംഗാളിൽ നിന്നും ഇവിടെ വന്ന പലരും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ സംഭവിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.